സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് വേണ്ടി ഒരേ സിനിമയിൽ തന്നെ 2-3 ഗായകന്മാർ പാടിയതിനെക്കുറിച്ച് പറയണമെന്ന് ഇതിൽ ശൈല സുരേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അത് യേശുദാസും ജയേന്ദ്രൻ ചേട്ടനും പാടിയ ദാസേട്ടനും ജയേന്ദ്രൻ ചേട്ടനും പാടിയത് പറയാനെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ചില പടങ്ങളിൽ 3 ഗായകന്മാർ നസീർ സാറിൻ്റെ പാടിയിൽ പാടിയിട്ടുണ്ടാവും. അതൊരു അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു നായകനെ 3 ഗായകന്മാർ പാടുമ്പോൾ 3 വ്യത്യസ്ത സൗണ്ടായിരിക്കുമല്ലോ. അതെങ്ങനെ അന്നത്തെ കാലത്ത് സംവിധായകർ ചെയ്തതെന്ന് അറിയില്ല. ഒരു നടന് 3 ഗായകൻ പാടുന്നത്, അപ്പോൾ 3 പാട്ടിൽ 3 ഗായകന്മാർ, അപ്പോൾ ആ നായകൻ്റെ സ്വരം 3 തവണ വ്യത്യാസം വരും. അതൊന്നും അന്നത്തെ കാലത്തിലെ ഡയറക്ടർമാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരാൾക്ക് ഒരു സൗണ്ടിലുണ്ടാവും, പക്ഷേ ഇത് 3 ഗായകന്മാരുടെ സൗണ്ടിൽ പാടിയാലുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യർ തോറ്റു എന്നുള്ള പടത്തിൽ ദാസേട്ടൻ്റെ ആറാട്ടിനാനകളെഴുന്നള്ളി ആകാശ സമുദ്രം തിരതല്ലി ആറാട്ടിനാനകളെഴുന്നള്ളി, ആ പാട്ട്. അതിൽ തന്നെ നസീർ സാറിൻ്റെ അതും പാടുന്നത്. നസീർ സാർ വേറൊരു പാട്ട് പാടുമ്പോൾ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, ജയേന്ദ്രൻ ചേട്ടൻ. പിന്നെ വേറൊരു പാട്ട് താരകരൂപിണി നീ എൻ്റെ മോഹന, നല്ല പാട്ട്. പിന്നെ ബ്രഹ്മാനന്ദൻ. ഇത് 3 നസീർ സാറിന് വേണ്ടി 3 ഗായകന്മാർ പാടുന്നതാണ്. അതിൽ ഏറ്റവും ഹിറ്റായത് ബ്രഹ്മാനന്ദൻ്റെ പാട്ടാണ്. അതാണ് ഒരു വിരോധാഭാസം. ദാസേട്ടനുണ്ട്, ജയേന്ദ്രൻ ചേട്ടനുണ്ട്, പിന്നെ എന്നിട്ടും ബ്രഹ്മാനന്ദൻ്റെ പാട്ടാണ് ഹിറ്റായത്. പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ടും ദാസേട്ടൻ്റെ പാട്ടും ഹിറ്റ് തന്നെയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഹിറ്റായത് ബ്രഹ്മാനന്ദൻ്റെ പാട്ട്. അതേപോലെ ചട്ടമ്പിക്കല്യാണിയിൽ പിന്നെ ദാസേട്ടൻ പാടുന്ന പിന്നെ ഇതാണ് സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ എന്നുള്ള പാട്ട്. ജയേന്ദ്രൻ ചേട്ടൻ്റെ തരിവളകൾ ചേർന്നു കിലുങ്ങി താമര ഇതളുകൾ എന്നിട്ട് നല്ല പാട്ട്, മാപ്പിള പാട്ട്. പിന്നെ ജോളി അബ്രാമിൻ്റെ നസീർ സാറിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, എതിർക്കാനായി വളർന്നവൻ ഞാൻ. അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അതായത് അതൊരു വിരോധാഭാസം. ദാസേട്ടൻ്റെ പാട്ടും ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ടും ഉണ്ടായിട്ട് പുതുമുഖ ഗായകനായ ജോളി അബ്രാമിൻ്റെ പാട്ടാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായത്. അങ്ങനെ പിന്നെ വേറെ 3 കൂടി പാടുന്ന പഞ്ചമിയിൽ ദാസേട്ടൻ്റെ പാട്ടാണ് അനുരാഗ സുരഭില നിമിഷങ്ങളെ ആനന്ദ പുളകങ്ങളെ മാനസ മരുഭൂമി മലർവാടിയാക്കും മധുര തരംഗങ്ങളെ നിർത്തുന്ന പാട്ട്. പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ്റെ ആ പഞ്ചമിപ്പാലാഴി പുഞ്ചിരിപ്പാലാഴി പാതിരക്കുയിൽ പാടും പാട്ടിൻ്റെ പാലാഴി പഞ്ചമിപ്പാലാഴി. ജോളി അബ്രാമിൻ്റെ അതിൽ രജനീഗന്ധി വിടർന്നു അനുരാഗ സൗരഭ്യം പടർന്നു എന്നുള്ള പാട്ട്. പക്ഷെ ഏറ്റവും ഹിറ്റായ ജയേന്ദ്രൻ ചേട്ടൻ്റെ പഞ്ചമി പാലാഴി. മറ്റ് ദാസേട്ടൻ്റെ സൂപ്പർ സോങ്ങാണ്, ജോളി അബ്രാമിൻ്റെ നല്ല പാട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നല്ലത് ജയേന്ദ്രൻ ചേട്ടൻ്റെ. പിന്നെ വേറെ ഇനിയിപ്പോൾ നമുക്ക് 2 ദാസേട്ടനും ജയേന്ദ്രൻ ചേട്ടനും പാടിയതിനെക്കുറിച്ച് പറയാം. അതൊന്നാണ് രക്തപുഷ്പത്തിൽ ദാസേട്ടൻ്റെ നീലക്കുട നിവർത്തി വാനം എനിക്കു വേണ്ടി നീലെ പൂനിരത്തി ഭൂമി എനിക്കു വേണ്ടി. ആ സീന് കാണാൻ എന്താ രസം. സാറ് ഫസ്റ്റ് കാണിക്കുമ്പോൾ പാടുന്നത്. അതിൽ തന്നെ ജയേന്ദ്രൻ ചേട്ടൻ്റെ
മലരമ്പനറിഞ്ഞില്ല മധുമാസമറിഞ്ഞില്ല. പക്ഷേ അതിൽ ദാസേട്ടൻ്റെ പാട്ടാണ് നല്ലത്. ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ടിനെ കണ്ട് നല്ല ദാസേട്ടൻ്റെ നീലക്കുട നിവർത്തിയാൽ കേൾക്കാൻ രസം. പിന്നെ ലങ്കാദാനത്തിൽ ജയേന്ദ്രൻ ചേട്ടൻ്റെ തിരുവാഭരണം ചാർത്തി വിടർന്നു. ദാസേട്ടൻ്റെ ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയ അതിൽ കുറേ പാട്ടുണ്ട് വേറെ, പക്ഷെ ഓരോന്നോരോ സാമ്പിൾ പറയുന്നതാണ് ഞാൻ. വേറെ ഇഷ്ടം പോലെ ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ടുണ്ട്, ദാസേട്ടൻ്റെ പാട്ടുണ്ടായി. രണ്ടുപേരും നസീർ സാറിൻ്റെ പാടിയതിനെ കുറിച്ചാണ് പറയുന്നത്. പിക്നിക്കിൽ യേശുദാസിൻ്റെ കുറേ പാട്ട്. ഓടിപ്പോകും വസന്തകാലമേ നിന്നരികിൽ പൂത്തു നിൽക്കും പുഷ്പവാടി ഞാൻ കാട്ടിൽ വീണ കനകതാരമേ. സൂപ്പർ സോങ്. ജയേന്ദ്രൻ ചേട്ടനെ വേണ്ടി നസീർ സാറിനെ വേണ്ടി പാടുന്നുണ്ട് വേറെ. ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ എന്നുള്ള പാട്ട്. പക്ഷെ അത് ജയേന്ദ്രൻ ചേട്ടൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ദാസേട്ടൻ്റെ പാട്ടാണ് എല്ലാം നല്ലത്. പിന്നെ ഇതിൽ ആലിബാബ 41 കള്ളന്മാരിൽ അതിൽ പിന്നെ ദാസേട്ടൻ്റെ അഖിലും കന്മതും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ്റെ റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പെൺകുടി. സൂപ്പർ സോങ്. ദാസേട്ടൻ്റെ മറ്റേ അഖിലും കന്മതും അതിൽ മുങ്ങിപ്പോയി പാട്ട്. ഇതിൻ്റെ ഇടയിൽ റംസാനിലെ ചന്ദ്രയുടെ ഇടയിൽ ദാസേട്ടൻ്റെ പാട്ട് മുങ്ങിപ്പോയി. പിന്നെ പിക് പോക്കറ്റിൽ ജയേന്ദ്രൻ ചേട്ടൻ്റെ സ്വപ്നങ്ങളാദ്യമായി ഇന്നൻ മനസ്സിൽ. അതുപോലെ ദാസേട്ടൻ്റെ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ ജനിച്ചതടിമകളാകാനോ ഇരവും പകലും കണ്ണീർ ചൊരിയും തെരുവ് മൃഗങ്ങളാകാനോ തെരുവ് മൃഗങ്ങളാകാനോ. സൂപ്പർ സോങ്ങാണ്. അത് രണ്ടുപേരും നല്ലേ. ഡേഞ്ചർ ബിസ്ക്കറ്റിൽ ദാസേട്ടൻ്റെ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയി വരും. അതിൽ തന്നെ ജയേന്ദ്രൻ ചേട്ടൻ്റെ അശ്വതി നക്ഷത്രമേ നിന്നഭിരാമ സങ്കല്പമേ. നസീർ സാറിനെ പഠിക്കാൻ രണ്ടാളും പാടുന്നതാണ് ഈ പറയുന്നത്. അല്ലാണ്ട് നസീർ യേശുദാസിൻ്റെയും ജയേന്ദ്രൻ്റെയും ഒരേ പടത്തിലുള്ള പാട്ടല്ല. അങ്ങനെ കുറേ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ദാസേട്ടന് നസീർ സാറിന് ദാസേട്ടനായിരിക്കും, ആ പടത്തിലുള്ള വിൻസെൻറ്റിന് ജയേന്ദ്രനായിരിക്കും. പിന്നെ ചില പടത്ത് നസീർ സാറിന് ദാസേട്ടനുണ്ടാവും, ജയൻ ചേട്ടന് ജയേന്ദ്രനായിരിക്കും. അങ്ങനെയല്ലേ ഇത്. നസീർ സാറിന് വേണ്ടിയിട്ട് രണ്ടാളും പാടിയതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഡേഞ്ചർ ബിസ്ക്കറ്റിലാണ് ഇപ്പം പറഞ്ഞത്. റെസ്റ്റ് ഹൗസിൽ പാടാത്ത വീണയും പാടും. അത് ദാസേട്ടൻ. ഏതു കുലരതി ദേവനെ വിടേരാതെ എന്ന് പറഞ്ഞിട്ട് ജയേന്ദ്രൻ ചേട്ടൻ. പിന്നെ വരദക്ഷിണയിൽ ഉത്സവ കൊടിയേറ്റ കേളി നിന്റെ ഉല്ലാസ ദേവാലയത്തിൽ ജയേന്ദ്രൻ ചേട്ടൻ. വർണ്ണ പ്രദർശനശാലയിൽ മോഹപുഷ്പ പ്രദർശനശാലയിൽ ഒരു പൊൻതാമര ഇതളിൽ നിന്നാടുന്നു വരവർണ്ണിനി നിനക്കഭിവാദനം. ദാസേട്ടൻ രണ്ടും സൂപ്പറാണ്. ആ രണ്ടും ആരാന്ന് മികച്ചെന്ന് പറയാൻ കഴിയില്ല. ഉത്സവ കൊടിയേറ്റ് സൂപ്പർ, വർണ്ണപ്രദർശനശാലയിലും സൂപ്പർ. പിന്നെ കൊട്ടാരം വിൽക്കാനുണ്ടല്ലോ, അതിൽ ചന്ദ്രകളഭം എന്നുള്ള പാട്ട് ദാസേട്ടൻ. പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ തൊട്ടേനെ ഞാൻ മനസ്സ് കൊണ്ട്. രണ്ടും നസീർ സാറിനോട് രണ്ട് ഗായകന്മാർ പാടുന്നു. അപ്പോൾ അതിന് പക്ഷേ ഡബിൾ റോളാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ വേറൊരു പാട്ട് അങ്കത്തട്ടിൽ അങ്കനമാർമൗലി അംശുമതി ബാലി അനന്ത കാവ്യകളെ ഇതിലേ 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 അങ്കനമാർമൗലി. അത് ദാസേട്ടൻ. പിന്നെ സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ വിരുന്ന് വന്ന്. രണ്ടാളെ പാട്ട് സൂപ്പറാണ്. പിന്നെ ലിസയിൽ ദാസേട്ടൻ നസീർ സാറിന് വേണ്ടി പാടുന്നത് പ്രഭാതമേ എന്നുള്ള പാട്ട്. പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ നീർമിഴി തുമ്പിൽ
കണ്ണീരാണോ പരിഭവമെന്തേ ഓമലാളെ എന്നുള്ള പാട്ട്. അത് രണ്ടും നസീർ ഭവാനി രണ്ടും ജോഡിയായിട്ട് പാടുന്നത്. പിന്നെ പഞ്ചാമൃതത്തിൽ ഹൃദയേശ്വരി നിന്നെടുവീർപ്പിൽ എന്ന് പറഞ്ഞ ജയന്തൻ ചേട്ടൻ. പിന്നെ അതിൽ തന്നെ ദാസേട്ടൻ്റെ പാട്ടുണ്ട്. കാറ്റിലിളകും കതിരൊളി പോലെ കവിത ചാർത്തും മനസ്സിൽ എന്നുള്ള പാട്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ചന്ദ്രകാന്തത്തിൽ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാൻ, അത് ദാസാട്ടൻ. ജയേന്ദ്രൻ ചേട്ടൻ്റെ രാജീവനയനേ എന്നുള്ള പാട്ട് അത് കൂടുതൽ പാടുമ്പോൾ ചുമ വരും. അതുകൊണ്ട് ഇത്രയും നിർത്തിക്കളയാം നമുക്ക്. ഇനി ഒരുപാടുണ്ട്.